നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ്, പഠനമേശ, കസേര, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്ക് എന്നിവ വിതരണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.R. ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനാവശ്യത്തിനായി നാട്ടിക പഞ്ചായത്ത് 5,60,000 രൂപയാണ് ഈ സാമ്പത്തിക വർഷം വകയിരുത്തിയത്. വാട്ടർ ടാങ്ക് പദ്ധതിക്കായി 1 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. മത്സ്യബന്ധന വലകൾക്ക് വേണ്ടി മാത്രമായി 1,40,000 രൂപ മുൻ ദിവസങ്ങളിൽ ചെലവഴിച്ചിരുന്നു. 1-ാം വാർഡ് മെമ്പർ KR ദാസൻ, വാർഡ് മെമ്പർമാരായ PV സെന്തിൽകുമാർ, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷ B ജബ്ബാർ, നികിത P രാധാകൃഷ്ണൻ, CS മണികണ്ഠൻ, സുരേഷ് ഇയാനി, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ M, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ അരുണിമ എന്നിവർ സംസാരിച്ചു. ഈ വർഷം അതിനും കൂടുതൽ 167 ലാപ്ടോപ്പ് ഇപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തന്നെ 3-4 വർഷം കൊണ്ട് കൊടുക്കും. മേശ, കസേര, മറ്റു കാര്യങ്ങൾ, ഒപ്പം തന്നെ വാട്ടർ ടാങ്ക് അപേക്ഷിക്കുന്ന എല്ലാവരും, അസുഖമുള്ള എല്ലാ ആളുകൾക്കും വാട്ടർ ടാങ്ക്. പിന്നെ വല ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു, 7 പേർക്കല്ല, അത് കൂടുതൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പദ്ധതിയിൽ 25-26 വർഷീയ പദ്ധതിയിൽ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും വല കൊടുക്കാനുള്ളൊരു സംവിധാനം നമ്മൾ പണ്ട് മാറ്റിവെച്ചത്. ഒപ്പം തന്നെ ഒരു നിർദ്ദേശം വന്നത്, അത് നമ്മളോട് എങ്ങനെയാണ് അത് പ്രായോഗികമാവണത് എന്നും പറയാൻ കഴിയില്ല. എന്നാലും നമ്മളത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അവിടെ വഞ്ചികൾ കയറ്റാനായിട്ട് ട്രാക്ടർ പോലുള്ള സംവിധാനം വേണമെന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് നമ്മളത് കൈപ്പാടത്തിൻ്റെ അച്ഛാം കമ്പനിക്കടവില കുരുകുഴിയിൽ അതുണ്ടെന്നാണ് പറഞ്ഞത്. അത് പ്രൈവറ്റാണ് അന്വേഷിച്ചത്. എങ്കിലും നമ്മളത് പദ്ധതിയിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. DPC അംഗീകാരം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വെക്കാന്നുള്ളൊരു തീരുമാനം നമ്മൾ കമ്മിറ്റി വർക്കിംഗ് ഗ്രൂപ്പ് കൂടി